ഹലോ ഗൈസ്, വെൽക്കം ടു വൺസ്. സോ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്ന് ഉള്ള കുറച്ച് പ്രീവിയസ് ഇയർ ഗേറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിന് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള കുറച്ച് ഗേറ്റ് ക്വസ്റ്റ്യനും അതിൻ്റെ സൊല്യൂഷനുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ എ ട്രാൻസ്മിഷൻ ലൈൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് 50 ഓം. ഒരു ട്രാൻസ്മിഷൻ ലൈന് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 50 ഓം. ലെറ്റ് ഇറ്റ് ബി ടെർമിനേറ്റഡ് അറ്റ് വൺ എൻഡ് ബൈ പ്ലസ് J50 ഓം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? പ്ലസ് J50 ഓം ആണ് തന്നിട്ടുണ്ട്. ദ VSWR വോൾട്ടേജ് സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ VSWR പ്രൊഡ്യൂസ്ഡ് ബൈ ഇറ്റ് ഇൻ ദ ട്രാൻസ്മിഷൻ ലൈൻ വിൽ ബി. അതായത് VSWRന്റെ വാല്യൂ ആണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ +1, ഓപ്ഷൻ ബി 0, ഓപ്ഷൻ സി ഇൻഫിനിറ്റി, ഓപ്ഷൻ ഡി +J. ഓക്കെ, സോ വോൾട്ടേജ് സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ ഫോർമുല നമ്മുടെ കയ്യിലുണ്ട്. സോ ദ വോൾട്ടേജ് സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ VSWR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് മോഡ് ഗാമ ഡിവൈഡഡ് ബൈ 1 മൈനസ് മോഡ് ഗാമയാണ്. 1 പ്ലസ് മോഡ് ഗാമ ഡിവൈഡ് ബൈ 1 മൈനസ് മോഡ് ഗാമ. സോ ഗാമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ്. റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് ആണ് ഗാമ. അപ്പൊ ഈ ഒരു ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഫോർമുലയിൽ ഗാമയുടെ വാല്യൂ അറിയണം. സോ വി ഹാവ് ടു കാൽക്കുലേറ്റ് ഗാമ. സോ ഗാമയുടെ ഇക്വേഷൻ, വോൾട്ടേജ് സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ കണ്ടുപിടിക്കാൻ നമുക്ക് ഗാമ വേണം. സോ റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് ആണ് ഗാമ. ഗാമയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്, സോ ഗാമ ഈസ് ഈക്വൽ ടു സെറ്റ് എൽ മൈനസ് സെറ്റ് നോട്ട് ഡിവൈഡഡ് ബൈ സെറ്റ് എൽ പ്ലസ് സെറ്റ് നോട്ട് ആണ്. സെറ്റ് എൽ മൈനസ് സെറ്റ് നോട്ട് ഡിവൈഡഡ് ബൈ സെറ്റ് എൽ മൈനസ് സെറ്റ് നോട്ട് ഡിവൈഡ് ബൈ സെറ്റ് എൽ പ്ലസ് സെറ്റ് നോട്ട് ആണ്. അപ്പൊ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡാറ്റാസ് ഒന്ന് നോക്കാം. ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് എത്രയാണ്? 50 ഓം ആണ്. സോ ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? സെറ്റ് നോട്ട് ആണ്. സോ സെറ്റ് നോട്ട് ഇസ് ഈക്വൽ ടു 50 ഓം. സെറ്റ് നോട്ടിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 50 ഓം. ഓക്കെ, ദെൻ ടെർമിനേറ്റഡ് അറ്റ് വൺ എൻഡ് ബൈ. ടെർമിനേറ്റഡ് അറ്റ് വൺ എൻഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലോഡ് ഇംപിഡൻസ്. സോ ലോഡിന്റെ വാല്യൂ, ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് എൽ ആണ്. സോ ലോഡ് ഇസ് ഈക്വൽ ടു പ്ലസ് J50 ഓം ആണ്. പ്ലസ് J50 ഓം ആണ്. അപ്പൊ സെറ്റ് നോട്ടും സെറ്റ് എല്ലും തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാം. സോ ഞാൻ ആദ്യം ഗാമ കാൽക്കുലേറ്റ് ചെയ്യാണ്. സോ ഗാമ ഇസ് ഈക്വൽ ടു സെറ്റ് എൽ മൈനസ് സെറ്റ് നോട്ട് ഡിവൈഡ് ബൈ സെറ്റ് എൽ പ്ലസ് സെറ്റ് നോട്ട് ആണ്. സോ സെറ്റ് എൽ ഈസ് പ്ലസ് J50 ആണ്. പ്ലസ് J50 മൈനസ് സെറ്റ് നോട്ട്. സെറ്റ് നോട്ട് ഈസ് 50 ഡിവൈഡഡ് ബൈ സെറ്റ് എൽ പ്ലസ് സെറ്റ് നോട്ട് ആണ്. സോ J50 പ്ലസ് സെറ്റ് നോട്ട് 50 ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനൊന്നും കൂടെ റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. ഇതൊക്കെ കോംപ്ലക്സ് നമ്പർ ആണ്. ന്യൂമറേറ്റർ ആയാലും ഡിനോമിനേറ്റർ ആയാലും കോംപ്ലക്സ് നമ്പർ ആണ്. സോ റിയൽ പാർട്ട് ഞാൻ ആദ്യം എഴുതുകയാണ്. സോ റിയൽ പാർട്ട് ആദ്യം എഴുതി കഴിഞ്ഞാൽ സോ ദിസ് വിൽ ബിക്കം -50 പ്ലസ് J50 ഡിവൈഡഡ് ബൈ 50 പ്ലസ് J50. 50 പ്ലസ് J50 ആണ്. അപ്പൊ നമുക്ക് വോൾട്ടേജ് സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ കണ്ടുപിടിക്കാൻ മോഡ് ഗാമയാണ് വേണ്ടത് അല്ലെ? 1 പ്ലസ് മോഡ് ഗാമ ഡിവൈഡ് ബൈ 1 മൈനസ് മോഡ് ഗാമ. സോ മോഡുലസ് എടുക്കണം. സോ ഇതാണ് ഗാമ റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ്. അതിന്റെ മോഡുലസ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാണ്. സോ ദ റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമറേറ്ററിന്റെ മോഡുലസ് വാല്യൂ, ഡിനോമിനേറ്ററിന്റെ മോഡുലസ് വാല്യൂ. സോ കോംപ്ലക്സ് നമ്പർ ആണ്. സോ A പ്ലസ് IB ആണ് കോംപ്ലക്സ് നമ്പർ എങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? റൂട്ട് ഓഫ് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ ആണ്. സോ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് എന്ത് വരും? റൂട്ട് ഓഫ് 50 സ്ക്വയർ മൈനസ് 50 ആണ്. അതിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇക്വൽ ടു 50 സ്ക്വയർ. സോ 50 സ്ക്വയർ പ്ലസ് 50 സ്ക്വയർ ആണ്. ഡിനോമിനേറ്ററിലും സെയിം തന്നെയാണ്. സോ 50 സ്ക്വയർ റൂട്ട് ഓഫ് 50 സ്ക്വയർ പ്ലസ് 50 സ്ക്വയർ. ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ് ഗാമയുടെ വാല്യൂ എത്ര കിട്ടും? 1 കിട്ടും. സോ മോഡുലസ് എടുത്തപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം തന്നെയാണ്. സോ മോഡുലസ് വാല്യൂ സെയിം ആയതുകൊണ്ട് റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് വാല്യൂ 1 ആണ്. സോ റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് മോഡ് ഗാമ 1 ആണ്. സോ ഈ വാല്യൂ നിങ്ങൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി വോൾട്ടേജ് സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ. സോ വോൾട്ടേജ് സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ എന്ത് വരും? വോൾട്ടേജ് സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ ഈസ് VSWR. വോൾട്ടേജ് സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ ഈസ് 1 പ്ലസ് മോഡ് ഗാമ. 1 പ്ലസ് മോഡ് ഗാമ ഈസ് 1 പ്ലസ് 1 divided by 1 minus
mod gamma 1 minus 1, that is 2 by 0. So anything by 0, so what is the value? Infinity. That means voltage standing wave ratio value എന്താണ്? ഇൻഫിനിറ്റി ആണ് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വോൾട്ടേജ് സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോയുടെ ഫോർമുല നിങ്ങൾ അറിഞ്ഞിരിക്കുക. വോൾട്ടേജ് സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ ഈസ് 1 plus mod gamma divided by 1 minus mod gamma. സോ നമുക്ക് ആദ്യം ഗാമ കണ്ടുപിടിക്കണം. ഗാമയുടെ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. ZL minus Z0 divided by ZL plus Z0. സോ ZL-ഉം Z0-ഉം ക്വസ്റ്റ്യനിൽ തന്നു, നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിനുശേഷം 1 plus mod gamma മോഡുലസ് വാല്യൂ കണ്ടുപിടിച്ചു. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ വോൾട്ടേജ് സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ കിട്ടി. സോ ദ ആൻസർ ഈസ് ഇൻഫിനിറ്റി. ദാറ്റ് ഈസ് ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് വാല്യൂ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ കപ്പാസിറ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ആൻഡ് ദി ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് ഓഫ് എ ലോസ്ലെസ് ട്രാൻസ്മിഷൻ ലൈൻ ആർ സി ആൻഡ് Z0 റെസ്പെക്റ്റീവ്ലി. ഒരു ലോസ്ലെസ് ട്രാൻസ്മിഷൻ ലൈനിന്റെ കേസിലുള്ള കപ്പാസിറ്റൻസും ട്രാൻസ്മിഷൻ ലൈൻ ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസും അവർ തന്നിട്ടുണ്ട്. എന്താണ്? സി ആൻഡ് Z0 ആണ്. ഓക്കെ, സോ കപ്പാസിറ്റൻസ് ഈസ് സി, ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് ഈസ് Z0. ലോസ്ലെസ് ട്രാൻസ്മിഷൻ ലൈൻ ആണ് അവർ പ്രത്യേകം പറയുന്നുണ്ട്, ശ്രദ്ധിക്കണം. ലോസ്ലെസ് ട്രാൻസ്മിഷൻ ലൈൻ, അതിന്റെ കണ്ടീഷനും നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ദ വെലോസിറ്റി ഓഫ് എ ട്രാവലിംഗ് വേവ് ഓൺ ദ ട്രാൻസ്മിഷൻ ലൈൻ. ട്രാൻസ്മിഷൻ ലൈനിലൂടെ ട്രാവൽ ചെയ്യുന്ന ഒരു വേവിന്റെ വെലോസിറ്റി എന്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ വി ഹാവ് ടു ഫൈൻഡ് ദി എക്സ്പ്രഷൻ ഫോർ വെലോസിറ്റി ഇൻ ടേംസ് ഓഫ് ഓപ്ഷൻ. നിങ്ങൾ നോക്കുക, Z0-ഉം സിയും വെച്ചിട്ടാണ് എല്ലാ ഓപ്ഷനും വന്നിരിക്കുന്നത്. അതായത് Z0 into C ഉണ്ട്, 1 by Z0 into C ഉണ്ട്, Z0 by C ഉണ്ട്, C by Z0 ഉണ്ട്. ഓക്കെ, സോ വി ഹാവ് ടു എക്സ്പ്രസ് ദ വെലോസിറ്റി of the wave in terms of characteristic impedance Z0 and the capacitance C. Okay, so ഇതാണ് നമുക്ക് ഇതിൽ ഈ ഒരു രണ്ട് ടേമിന്റെ ഇതിലാക്കിയിട്ട് നമ്മുടെ വെലോസിറ്റിയുടെ ഇക്വേഷനെ മാറ്റണം. ഓക്കെ, സോ Z0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് ആണ്. സോ Z0 ഈസ് ഈക്വൽ ടു, നമ്മൾ ഇതിന്റെ ഇക്വേഷൻ പഠിച്ചതാണ്. ട്രാൻസ്മിഷൻ ലൈനിന്റെ കേസിൽ ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് Z0 is equal to എന്താണ്? ട്രാൻസ്മിഷൻ ലൈൻ പാരാമീറ്റേഴ്സിന്റെ ടേമിൽ പഠിച്ചതാണ്. Z0 is equal to R plus J omega L divided by G plus J omega C ആണ്. R plus J omega L divided by G plus J omega C. അപ്പോൾ ലോസ്ലെസ് ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് എ കണ്ടീഷൻ? ലോസ്ലെസ് ട്രാൻസ്മിഷൻ ലൈനിന്റെ കണ്ടീഷൻ എന്താണ്? R is equal to G is equal to 0 ആണ്. R is equal to G is equal to 0 ആണ് ലോസ്ലെസ് ട്രാൻസ്മിഷൻ ലൈനിന്റെ കണ്ടീഷൻ. അപ്പൊ അത് ഇതിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ലോസ്ലെസ് ട്രാൻസ്മിഷൻ ലൈനിന്റെ കേസിൽ ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് എന്തായിട്ട് വരും? ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് L by C എന്ന് വരും. റൂട്ട് ഓഫ് L by C എന്ന് വരും. സോ Z0 is equal to റൂട്ട് ഓഫ് L by C. R 0 ആണ്, ജിയും 0 ആണ്, ജെ ഒമേഗ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് ഓഫ് L by C എന്ന് വരും. ഞാൻ ഇതിനെ ജസ്റ്റ് ഒന്ന് സ്ക്വയർ ചെയ്തു, എന്നിട്ട് L is equal to എന്ന് പറഞ്ഞ് എഴുതുകയാണ് ഇതിന്ന്. സോ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? Z0 square is equal to L by C. So L is equal to Z0 square into C. So L is equal to Z0 square into C എന്ന് വരും. So L is equal to Z0 square into C. ഇനി നമുക്ക് വെലോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ വെലോസിറ്റി? വെലോസിറ്റി ഈസ് ഈക്വൽ ടു 1 by വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ എന്താണ്? വെലോസിറ്റി ഈസ് ഈക്വൽ ടു 1 by root LC ആണ്. സോ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 1 by root LC ആണ് നമ്മുടെ എക്സ്പ്രഷൻ, വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ. സോ ഈ ഒരു എക്സ്പ്രഷനിൽ ഞാൻ ഈ എല്ലിന് ഇതിനൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. സോ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 1 by root എല്ലിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? Z0 square into C എന്ന് കൊടുക്കാം. സോ Z0 square into C, that is L into C ആണ്, അഗെയിൻ into C. സോ 1 by root LC, എല്ലിന്റെ സ്ഥാനത്ത് Z0 square into C കൊടുത്തു. സോ 1 by root of Z0 square C into C. ഓക്കെ, അപ്പൊ എന്ത് വരും? 1 by root of Z0 square C square വരും. സോ റൂട്ടിന്റെ പുറത്ത് വരുമ്പോൾ 1 by Z0 into C എന്ന് വരും. 1 by Z0 into C ആണ് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ ഇൻ ടേംസ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് ആൻഡ് കപ്പാസിറ്റൻസ്. സോ ഓപ്ഷൻ നോക്കിക്കേ, ഇതിൽ ഓപ്ഷൻ ഏതാ കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ, 1 by Z0 into C. അപ്പോൾ വെലോസിറ്റി ചോദിച്ചിട്ടുണ്ട്. വെലോസിറ്റിയുടെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, 1 by root LC ആണെന്ന് അറിയാം.
പക്ഷെ നമുക്കിതിനെ സെറ്റ് നോട്ട് ആൻഡ് സിയുടെ ടേമിലാക്കി മാറ്റണം. സോ നമ്മൾ എല്ലിനെ റീപ്ലേസ് ചെയ്യാണ്. സോ എല്ലിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോസ്ലെസ് ട്രാൻസ്മിഷൻ ലൈനിന്റെ കേസിൽ നിന്ന് എല്ലിനുള്ള ഒരു എക്സ്പ്രഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ആ എക്സ്പ്രഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് ഏത് ആൻസർ കിട്ടി? ഓപ്ഷൻ ബി കിട്ടി. ഓക്കെ, ക്ലിയർ ആണല്ലോ? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. തേർഡ് ക്വസ്റ്റ്യൻ, the magnitudes of the open circuit and short circuit input impedance of a transmission line are 100 ohm and 25 ohm respectively. ഷോർട്ട് സർക്യൂട്ടും ഓപ്പൺ സർക്യൂട്ടും ഇൻപുട്ട് ഇംപെഡൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അതിന്റെ വാല്യൂസ് 100 ഓമും 25 ഓമും ആണ്. ഓക്കെ, സോ ഓപ്പൺ സർക്യൂട്ട് ആൻഡ് ഷോർട്ട് സർക്യൂട്ട് ഇൻപുട്ട് ഇംപെഡൻസ്. സോ ഓപ്പൺ സർക്യൂട്ട് ഇംപെഡൻസിന്റെ വാല്യൂ എത്രയാണ്? ഓപ്പൺ സർക്യൂട്ട് ഇംപെഡൻസിന്റെ വാല്യൂ 100 ഓം ആണ്. ക്വസ്റ്റ്യനിൽ തന്ന ഡാറ്റ ഞാൻ എഴുതുകയാണ്. ഓപ്പൺ സർക്യൂട്ട് ഇംപെഡൻസിന്റെ വാല്യൂ, ഇൻപുട്ട് ഇംപെഡൻസിന്റെ വാല്യൂ 100ഉം ഷോർട്ട് സർക്യൂട്ട് ഇൻപുട്ട് ഇംപെഡൻസിന്റെ വാല്യൂ ZSC എന്ന് പറയുന്നത് എത്രയാണ്? 25 ഓമും ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസ് ഓഫ് ദി ലൈൻ? ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസിന്റെ വാല്യൂ ആണ് ചോദിച്ചേക്കുന്നത്. ദാറ്റ് ഈസ് സെറ്റ് നോട്ടിന്റെ വാല്യൂ ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇൻപുട്ട് ഇംപെഡൻസ് അല്ലെങ്കിൽ ഇൻപുട്ട് ഇംപെഡൻസിൻ ഷോർട്ട് സർക്യൂട്ട് വാല്യൂവും ഇൻപുട്ട് ഇംപെഡൻസിന്റെ ഓപ്പൺ സർക്യൂട്ട് വാല്യൂവും തന്നു കഴിഞ്ഞാൽ അതിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസ് ഓഫ് ദി ട്രാൻസ്മിഷൻ ലൈൻ കണ്ടുപിടിക്കാൻ നമ്മളെടുത്ത് ഡയറക്റ്റ് നമ്മൾ പഠിച്ച ഇക്വേഷൻ ഉണ്ട്. സോ ദ എക്സ്പ്രഷൻ ഫോർ ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് നോട്ട് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഓപ്പൺ സർക്യൂട്ട് ഇൻപുട്ട് ഇംപെഡൻസ് ഇൻറ്റു ഷോർട്ട് സർക്യൂട്ട് ഇൻപുട്ട് ഇംപെഡൻസ്. ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഓപ്പൺ സർക്യൂട്ട് ഇൻപുട്ട് ഇംപെഡൻസ് ഇൻറ്റു ഷോർട്ട് സർക്യൂട്ട് ഇൻപുട്ട് ഇംപെഡൻസ്. രണ്ടിൻ്റെയും വാല്യൂ തന്നിട്ടുണ്ട്. സോ ദിസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഓപ്പൺ സർക്യൂട്ട് ഇൻപുട്ട് ഇംപെഡൻസ് എത്രയാണ്? 100 ആണ്. സോ 100 ഇൻറ്റു 25. 100 ഇൻറ്റു 25. സോ 10 ഇൻറ്റു 5. സോ 10 ഇൻറ്റു 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ എത്ര വരും? 50 ഓം ആണ് ആൻസർ വരുന്നത്. സോ ഡയറക്റ്റ് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസ് ഇസ് ഈക്വൽ ടു ഡയറക്റ്റ് ഫോർമുല ഉണ്ട് റൂട്ട് ഓഫ് ഓപ്പൺ സർക്യൂട്ട് ഇൻപുട്ട് ഇംപെഡൻസ് ഇൻറ്റു ഷോർട്ട് സർക്യൂട്ട് ഇൻപുട്ട് ഇംപെഡൻസ്. രണ്ടിന്റെ വാല്യൂം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. രണ്ടും ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസ് കിട്ടും. 50 ഓം ആണ് ആൻസർ. സോ നിങ്ങൾ ഓപ്ഷൻ നോക്കിയേ, ഓപ്ഷൻ ബി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, സോ ഡയറക്റ്റ് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിൽ എന്താ വെച്ചാൽ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് ഡാറ്റാസ് കാര്യങ്ങൾ അതൊന്ന് ഐഡന്റിഫൈ ചെയ്യുക, ഫോർമുല ഏതാന്നുള്ളത് കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ഓർത്തെടുത്ത് ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താം. ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ഈ ഒരു ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് മെയിൻ ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു സെഷനിൽ ട്രാൻസ്മിഷൻ ലൈനിൽ നിന്നുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ഗേറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. സോ അടുത്ത സെഷനിൽ വേറെ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. താങ്ക് യു.